അപ്പോൾ കാബേജും ഉള്ളിയും ക്യാരറ്റും ഇഞ്ചി പച്ചമുളക് കരിയാപ്പല ഇവയെല്ലാം ചേർത്ത് ഇളക്കി തോരൻ വെക്കാനായി. ഡക്കറി വേവാനായിട്ട് വെച്ചതാ, കുക്കറി വിസിലിന് വേണ്ടി വെച്ചതാ. വെന്ത് കാണും, അതിനങ്ങോട്ട് മാറ്റുക. ചുവന്ന കറിക്കുള്ള മുളകും മല്ലിയും മൂപ്പിക്കാം. പാൻ ചൂടായി. ഏകദേശം ഒരു 1/2 കിലോ മീൻ തികച്ച് കാണത്തില്ല, ഒരു ചെറിയ ആവോലിയാണ്. അതിന് വേണ്ടി 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു അല്പം മല്ലിപ്പൊടിയും കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതും കൂടെ കുറച്ച് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഇത് മിക്സിയിൽ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അരയ്ക്കാം. ഇനി നമുക്ക് മീൻകറിക്ക് കടുക് വറുക്കാനുള്ള ഫ്രൈ പാൻ വെക്കുകയാണ്. എണ്ണ മൂത്തിട്ടുണ്ട്, കടുക് ഇടുകയാണ്. ഉലുവ പൊടിയില്ല, 2 ഉലുവായിട്ട് അങ്ങ് ഇടുവാണ്. ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കരിയാപ്പിലയും ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മീൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി, ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നിച്ചരച്ചു. കരിമീൻ വറുക്കാനായിട്ട് പോവുകയാണ്. എണ്ണ ഒഴിച്ചു, ചൂടായി. കണ്ടാണ്ട് കരിയാപ്പല ഇടുവാണ്. മീൻ കരിഞ്ഞ് പോകാതിരിക്കാൻ ടേസ്റ്റിന് വേണ്ടി മീൻ പെറുക്കി ഇടും. ഇതിനകത്തോട്ട് ഈ കറി വെച്ചിരിക്കുന്ന മീന് പുളി ഇട്ടു. ഇനി ഇത് വെള്ളം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലിടാൻ വേണ്ട. കരിമീൻ റെഡിയായി. അത് ഡിഷിലേക്ക് ഇപ്പോൾ സെർവ് ചെയ്യാം. കുടംപുളി ഇട്ടിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിങ്ങ് വാങ്ങിയെടുക്കാം. നമ്മളാണെങ്കിൽ എണ്ണ ഇതിൻ്റെ മേളിൽ ഒഴിച്ചേക്കുന്നൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്, ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. പുളിശ്ശേരി ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നു.
അതിനാദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പല, വെളുത്തുള്ളി ഇവ ഇത്രയും അരിഞ്ഞു അതിനും കടുക് താളിക്കാനായിട്ട് ഇടുകയാണ്. അത് നന്നായി മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും സ്വല്പം മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, മോരങ്ങ് ഒഴിക്കുക. അരച്ച് വെച്ച പാലപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം, പഞ്ചസാര ചേർക്കാം. ഒത്തിരി ഒരു മധുരം അനുസരിച്ചാണ് പഞ്ചസാര ചേർക്കേണ്ടത്. കൂടുതൽ മധുരം ചേർത്താൽ ഈ അപ്പത്തിൻ്റെ മറുവശം ചുമന്ന് പോകും. കറി കൂട്ടി തിന്നുമ്പോൾ അധികം മധുരം വേണ്ട. പച്ചക്കറി. ഓക്കെ ഓക്കെ. ഇത് കുടംപുളി ഇട്ട മീൻകറി, വെള്ളരിക്ക പച്ചടി, ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ. ഈ മീൻ പച്ചക്കറിക്ക് പിന്നെ എന്താ പറയാ കളർ ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ അധികം പച്ചമുളകാണ് ചെയ്യുന്നത്. ഇത് കൊല്ലം സൈഡാണ്. കൊല്ലം സൈഡ് മുളക് പൊടി ഇട്ടിട്ടാണ്. ഇത് നിങ്ങളുടെ ഡക്ക് മപ്പാസാണോ? അല്ല, നോർമൽ ഡക്ക്. അപ്പത്തിനൂടെ പോകാൻ പറ്റുന്നുണ്ട്. അത് അവിടെ ഇരിക്കുവാണ്. നമ്മളാണെങ്കിൽ എല്ലാം കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് ഡക്കിനാണെങ്കിൽ കുറച്ചാണെങ്കിൽ കടുകും കൂടെ താളിച്ചിടാം. അപ്പം അതിനാണെങ്കിൽ എണ്ണ ചൂടാക്കി പാൻ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇച്ചിരി ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളി, വാറ്റൽമുളകും പിന്നെ ആണെങ്കിൽ കറിവേപ്പിലയും കൊണ്ടിട്ടിട്ട് അങ്ങ് അത് ഫ്രൈ ചെയ്തിട്ട് നമുക്കിട്ട് ഡക്ക് കറിയിലോട്ട് അങ്ങ് ഒഴിക്കാം. കടുകിടുകയാണ്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം കഴിക്കാനുള്ള ഡക്ക് കറി റെഡി ആയിട്ടുണ്ട്. അതിന് ഈ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. നമ്മുടെ ഫാമിലി റൗണ്ടിലേക്കുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാലപ്പം,
താറാവ് കറി, ചോറ്, കരിമീൻ വറുത്തത്, മോരുകറി, ക്യാബേജ് ക്യാരറ്റ് തോരൻ, പച്ചടി, ബീഫ് ഡ്രൈ ഫ്രൈ, മീൻ മുളകിട്ട കറി, പിന്നെ മീനാണെങ്കിൽ തേങ്ങ അരച്ച പച്ചക്കറി. ഇനി ഇതിലൂടെ നമ്മൾ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ പഴവും പഞ്ചസാരയും തൈരും കൂടെ ഉള്ളതാണ്. അത് പ്രിപ്പറേഷൻ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ പ്രസൻറ്റ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ജഡ്ജസിന് പ്രസന്റ് ഞങ്ങളുടെ ജോലി തുടങ്ങുന്നു. അപ്പം എവിടെ നിന്ന് തുടങ്ങണം? ഞങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞങ്ങൾ എത്ര ഐറ്റം കഴിക്കുന്നു അറിയോ? അപ്പത്തിൽ നിന്ന് തുടങ്ങണം. അപ്പം വെത്ത ഡക്കറി. ഈ അപ്പം വീട്ടിൽ മാവ് അരച്ചിട്ട് ഞാൻ മാവ് അരച്ചിട്ട് പിന്നെ ഇവിടെ ഈസ്റ്റ് കൊണ്ടുവന്ന് പുളിപ്പിച്ചു. ഡക്കിന്റെ ഫാറ്റാണ്, നമ്മൾ എണ്ണ ഇട്ടിട്ടില്ല അതിൽ. ഡക്കിന്റെ ഫാറ്റ് ഇറങ്ങിയതാണ്. വിത്ത് സ്കിന്നാണ്. വിത്ത് സ്കിൻ ആണെങ്കിലാണ് സ്വാദ് കൊടുക്കുന്നത്. പക്ഷെ ഓയിൽ കൊടുക്കും, പക്ഷെ നന്നായിട്ടുണ്ട്. മസാല എന്തൊക്കെയാണ്? നോർമൽ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, അതിന് നാരങ്ങാനീരും മഞ്ഞപ്പൊടിയും കൂടെ പരത്തി വെച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ അരച്ചു. അത് പച്ചയിലാണ് അല്ലേ? പച്ച കൊണ്ടുവരുകയും ചെയ്തു. അതാണ് വേളാപ്പാൽ. കൊടംപുളി ഇട്ടു. സ്വാദ് കഴിക്കുന്ന സാധനം. ഈവൻ ബീഫ് ഒരിക്കും. എനിക്കത് ട്രൈ ആയിട്ടുണ്ടാവും. ചെയ്ത് വെച്ചാൽ ബീഫ് വളരെ നന്നായിട്ടുള്ള എക്സലൻ്റ് എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് ബീഫ് വളരെ ഗംഭീരമായിരിക്കും. ഫിഷ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു. ഈ അമ്മയൊക്കെ ഗംഭീരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡക്ക് അതുപോലെ നമ്മുടെ സൈഡിൽ വളരെ എടുത്തു പറയേണ്ട ഇതും പഴവും ഇതും ഞങ്ങളിങ്ങനെ കഴിക്കുന്നില്ല, ഞങ്ങൾ ഇത് സങ്കല്പിക്കുക. മനസ്സിലായി. അപ്പം നിങ്ങൾ ഡെസേർട്ട് കരുതിയിട്ടുണ്ടെന്നുള്ളൊരു ഒരു തോന്നുന്നു. വളരെ സന്തോഷം. താങ്ക് യു.